കാര്യം കൂട്ടരാജിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മാറ്റുക, രണ്ടാണെങ്കിൽ രണ്ടുപേരെ മാറ്റുക. അതിന് പകരം ഒരു ജനറൽ ബോഡി, അതായത് 506 പേരായിട്ടുള്ള മനുഷ്യന്മാർ, ഒരു വലിയൊരു സമൂഹം തിരഞ്ഞെടുത്ത ഒരു ജനറൽ ബോഡി അല്ല ഒരു കമ്മിറ്റി, അത് ഒന്നടങ്കം രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത് ആ വോട്ട് ചെയ്തവരെയും ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും ആ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല. ഇത് ഞാനൊരു കാര്യം പറയാം. ഇതൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അമ്മ അസോസിയേഷൻ്റെ തലപ്പത്ത് നിന്ന് ഒരാൾ മാറി നിൽക്കണം. മറിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ മാറി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത്. ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറി നിൽക്കാൻ സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് പറയാനാവും. ഇതിനകത്ത് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന നിരാലംബരായി കൂടെ നടക്കുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ അമ്മ അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈനീട്ടവും മറ്റു പല ആനുകൂല്യങ്ങളും ഈ അമ്മയിലെ മെമ്പേഴ്സിന് മുഴുവൻ കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മ അസോസിയേഷനിലെ എനിക്ക് തോന്നുന്ന ഒരേ ഒരാൾ ശ്രീ ലാലേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കരുണയുമാണ് ഈ സംഘടന ഇങ്ങനെ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു നാഥൻ. കാര്യം 5000 രൂപ മാസം പെൻഷൻ കിട്ടുമ്പോൾ ആ പെൻഷൻ പൈസ കൊണ്ട് മരുന്ന് വാങ്ങാം, അല്ലെങ്കിൽ പറ്റ് തന്നേക്കാം എന്ന് പറയുന്ന ആൾക്കാരും കൂടെ ഇരിക്കുന്ന സംഘടനയാണ് അമ്മ. കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാരുടെയും കൂടെ ചേർന്നുള്ള സംഘടനയാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല. കാര്യം അദ്ദേഹമാണ് തലേ ദിവസം ഒഫീഷ്യൽ പാനൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. അത് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവിടുത്തെ അമ്മ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്തയാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്ത് ഓഫീസിലകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന കമ്മിറ്റിക്ക് അകത്ത് കയറി ഇരുന്നതിന് ശേഷം കമ്മിറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ നടുക്ക് നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ കൈവശം അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഇദ്ദേഹം മുഴുവൻ അമ്മ മെമ്പേഴ്സിനും അയച്ചു കൊടുത്ത വീഡിയോ ആണത്. ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ. അതിൻ്റെ ദുരന്തമാണ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിലപാട് ജഗദീഷിൻ്റെ എടുക്കുന്നത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ്, ഈ ക്യാമറ അന്വേഷണം അല്ലെങ്കിൽ ക്യാമറ അറ്റൻഷൻ കൂടെ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നി.